അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും സുഖമല്ലേ? അൽഹംദുലില്ലാഹ്. നമ്മളിന്ന് 5-ാം ദിവസത്തിലേക്ക് കടക്കുകയാണ്. ഇന്നലെ നമ്മൾ പൂജ്യത്തിൽ നിന്ന് സൃഷ്ടിക്കുന്ന ഖാലിഖിനെ കുറിച്ച് പഠിച്ചു അല്ലേ? ഇന്ന് നമ്മൾ പഠിക്കുന്നത് നമ്മൾ ഇത്രയും ഭംഗിയായിട്ട് സൃഷ്ടിച്ച പണിത ആ ഒരു മഹാശില്പിയെ കുറിച്ചാണ്. നമ്മുടെ തെറ്റുകൾക്കിടയിലും നമ്മെ മാറോട് ചേർക്കുന്ന ആ ഒരു കാരുണ്യത്തെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ, ഈ ലോകത്ത് കോടിക്കണക്കിന് മനുഷ്യരുണ്ട്, പക്ഷെ നമ്മുടെ ഫിംഗർ പ്രിന്റ് പോലെ മറ്റൊന്നും ഈ ഒരു ലോകത്തില്ല അല്ലേ? മറ്റൊരാൾക്കുണ്ടോ? എല്ലാവരുടെ ഫിംഗർ പ്രിന്റും വ്യത്യസ്തമാണ്. അതേപോലെ നമ്മൾ ചിരിക്കുമ്പോൾ വിരിയുന്ന ആ ഒരു മുഖഭാവം അത് മറ്റാർക്കില്ല. നമ്മൾ ഓരോരുത്തരെയും അള്ളാഹു ലിമിറ്റഡ് എഡിഷനായിട്ടാണ് പടച്ചിരിക്കുന്നത്. ആ ഒരു സ്നേഹത്തെ നമുക്കിന്ന് തൊട്ടറിയാം. നമ്മളിന്ന് ഫസ്റ്റ് പരിചയപ്പെടുന്നത് അൽ ബാരി, പൊരുത്തം നൽകുന്നവൻ. നമ്മുടെ ശരീരത്തിൽ കോടിക്കണക്കിന് കോശങ്ങളെയും അവയവങ്ങളെയും ഒരൊറ്റ താളത്തിൽ കൊണ്ടുപോകുന്നത് ആരാണ്? അൽ ബാരി ആയ റബ്ബാണല്ലേ? നമ്മളെ ഹാർട്ട് ഇടിക്കുന്നത് പോലെ തന്നെ നമ്മൾ വേറെ എവിടെ തൊട്ട് കഴിഞ്ഞാലും ആ ഒരു ഇടിപ്പ് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും അല്ലേ? നമുക്ക് നമ്മുടെ ശരീരത്തിൽ എവിടെയെങ്കിലും ഒരു മുറിവ് പറ്റിക്കഴിഞ്ഞാൽ അത് തനിയെ ഉണങ്ങുന്ന കണ്ടിട്ടില്ലേ? പുറമെ നിന്ന് മരുന്ന് പുരട്ടിയാലും ഉള്ളിൽ നിന്ന് ആ മുറിവിനെ തുന്നിച്ചേർക്കുന്നത് ബാരി ആയ തമ്പുരാനാണ്. നമ്മുടെ മനസ്സിനേറ്റ മുറിവുകളും ഇതുപോലെ ഉണക്കാൻ അവന് മാത്രമേ സാധിക്കുള്ളൂ, അവന് മാത്രമേ കഴിയുള്ളൂ. അൽ ബാരി എന്നുള്ള ഇസ്മ തുടർച്ചയായിട്ടുള്ള 7 ദിവസങ്ങളിൽ 100 തവണ ചൊല്ലിക്കഴിഞ്ഞാൽ മാനസികവും ശാരീരികവുമായുള്ള അസ്വസ്ഥതകൾ അത് നമുക്ക് നല്ല രീതിയിൽ മാറ്റിയെടുക്കാൻ പറ്റും. 7 ദിവസങ്ങൾ തുടർച്ചയായിട്ട് 100 തവണ ഈ നാമം ചൊല്ലുക. അത് രോഗത്തിൽ നിന്ന് എന്തെങ്കിലും രോഗം ഉണ്ടെങ്കിലും മനസ്സിനാണെങ്കിലും ശരീരത്തിനാണെങ്കിലും ഒക്കെ ശമനം ലഭിക്കുന്നതായിരിക്കും. രണ്ടാമത്തെ ഇസ്മ എന്ന് പറയുന്നത് അൽ മുസവ്വിർ, രൂപം നൽകുന്നവൻ. നമ്മൾ ഓരോരുത്തർക്കും ഓരോ രീതിയിലാണല്ലേ? ഓരോരുത്തർക്കും ഓരോ ഭംഗിയാണ്, ഓരോ അഴകാണ്. നമ്മൾ പറയാണ് എനിക്ക് ഭംഗിയില്ല, ഞാൻ കാണാൻ കൊള്ളില്ല, ഇങ്ങനെ പരാതി പറയുന്നവർ പലരും ഉണ്ടാവും അല്ലേ? അവരൊന്ന് ഓർക്കുക, നിങ്ങൾ അള്ളാഹുവിൻ്റെ ഏറ്റവും മികച്ച മാസ്റ്റർ പീസാണ് അല്ലേ? നമ്മൾ ഓരോരുത്തരെയും റബ്ബ് പഠിച്ചതാണല്ലേ? റബ്ബിനറിയാം നമ്മൾ എങ്ങനെ വേണമെന്നുള്ളത്. നമ്മൾ ഇത്രയും ഭംഗിയായി ഡിസൈൻ ചെയ്ത ആ ഒരു മുസവ്വിറിനെ നമ്മൾ ഒരിക്കലും പറയരുത്. നമ്മൾ ഒരിക്കലും കുറ്റപ്പെടുത്താൻ പാടില്ല. മുസവ്വിറായ റബ്ബാണ് നമുക്ക് ഈ ഒരു ഭംഗി തന്നത്. ഈ ഒരു ഇസ്മ കൊണ്ട് കുഞ്ഞുങ്ങളില്ലാതെ വിഷമിക്കുന്നവർക്ക് വലിയൊരു പ്രതീക്ഷയാണ്. അതെങ്ങനെ ചൊല്ലേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അൽ ഖാലിഖ്, അൽ ബാരി, അൽ മുസവ്വിർ എന്നീ 3 നാമങ്ങളും 21 വട്ടം ചൊല്ലിയിട്ട് വെള്ളത്തിൽ മന്ത്രിച്ചിട്ട് നമ്മൾ ദുആ ചെയ്തിട്ട് ആ വെള്ളം കുടിക്കാം. നമുക്ക് സൽസന്താനങ്ങൾ ഉണ്ടാവാൻ വേണ്ടിയിട്ട് അതൊരു കാരണമായിരിക്കും. അള്ളാഹുവിൻ്റെ ആ ഒരു കലാവിരുത് നമ്മുടെ ജീവിതത്തിൽ വിരിയട്ടെ അല്ലേ? ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഓരോ ഇസ്മും ഓരോന്നുള്ള മരുന്നാണ്. നമ്മൾ 3-ാമത്തെ ഇസ്മായ അൽ ഗഫാർ, തെറ്റുകൾ മറയ്ക്കുന്നവൻ.
നമുക്കൊരു രൂപം നൽകി നമ്മൾ ഈ ഒരു ഭൂമി ലോകത്തേക്ക് അയച്ച റബ്ബ്, നമ്മൾ മനുഷ്യരായതുകൊണ്ട് തന്നെ തെറ്റുകൾ സംഭവിക്കുന്നത് അവനക്ക് അറിയാം അല്ലേ? നബിക്കൊക്കെ തെറ്റ് സംഭവിച്ചിട്ടുണ്ട്. അപ്പോ എന്താണ് ഇവിടെ ഗഫറ എന്നാൽ മൂടി വെക്കുക എന്നാണ് അർത്ഥം വരുന്നത്. നമ്മുടെ ഉള്ളിലെ ചീത്ത ചിന്തകളും നമ്മൾ ചെയ്ത രഹസ്യമായ തെറ്റുകളും മറ്റുള്ളവർ അറിഞ്ഞു കഴിഞ്ഞാൽ അവർ നമ്മളെ വെറുക്കും അല്ലേ? ഉറപ്പല്ലേ? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. നമ്മൾ ചെയ്ത എന്തെങ്കിലും ഒരു തെറ്റ് മറ്റുള്ളവർ അറിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പിന്നെ നമ്മളോടുള്ള ആ ഒരു പെരുമാറ്റം എങ്ങനെയായിരിക്കും? പക്ഷെ പഠിച്ച റബ്ബ് അത് ആരെയും അറിയിക്കാതെ മൂടി വെക്കുന്നുണ്ട്. മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാഹ്. ഇതെത്ര സൗഭാഗ്യാണല്ലേ? നമ്മളോട് അറിയാണ്ട് ചെയ്തു പോകുന്നതാണ്, പക്ഷെ റബ്ബ് അവിടെ അത് മൂടി വെക്കാണ്. അവന് നമ്മളെ നാണം കെടുത്തുന്നില്ല. പകരം അവൻ ചോദിക്കുന്നുണ്ട്, എൻ്റെ അടിമേ, നീ ഒന്ന് മടങ്ങി വരൂ, ഞാൻ നിനക്ക് മാപ്പ് തരാം. ഇങ്ങനെ പറയുന്നുണ്ടല്ലേ? ഗഫാറായ റബ്ബിനെ നമ്മൾ തിരിച്ചറിയണം. നമുക്ക് നമ്മളെ തെറ്റുകൾ മറച്ചു വെക്കുന്നവനാണ്. അതേപോലെ ടെൻഷനായിട്ട് ഭയങ്കര സ്ട്രെസ്സിൽ പെടുന്ന ആൾക്കാരുണ്ടാവും അല്ലേ? അവര് യാ ഗഫാർ എന്ന് വിളിക്കുക. നിങ്ങളെ വിടാതെ പിടിച്ചിരിക്കുന്ന ആ ഒരു വലിയ ഭാരങ്ങളൊക്കെ അവനിറക്കി വെച്ചു തരും. ഗഫാറായ റബ്ബ് ഇറക്കി വെച്ച് തരും. നമ്മൾ പിന്നെ ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല. എല്ലാ കാര്യവും നമുക്ക് റബ്ബിന് തവക്കൽ ചെയ്യണം. ഇന്ന് കണ്ണാടി നോക്കുമ്പോൾ ആ രൂപം, അതായത് നിങ്ങൾ പഠിച്ചവന്റെ സ്നേഹമാണെന്ന് ഓർക്കുക. ഒന്ന് സങ്കല്പിച്ച് നോക്കിയേ. കണ്ണാടി നോക്കിയിട്ട് അവിടെ കാണുന്ന ആരെയാണ്? നിങ്ങളെ തന്നെയാണല്ലേ? ആ സമയത്ത് ഓർക്കുക, നമുക്ക് ഈ ഒരു രൂപം തന്നത് പഠിച്ചവന്റെ അനുഗ്രഹമാണ്, സ്നേഹമാണ്. അവനിക്കറിയാം ഓരോരുത്തർ എങ്ങനെ വേണമെന്നുള്ളത്. തെറ്റുകൾ ഓർത്ത് നമ്മൾ തളർന്നിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അവന് ഗഫാറാണ്. അവൻ നമുക്ക് മാപ്പ് തരാൻ കാത്തിരിക്കുന്നത്. ഏതായാലും ഇന്നത്തെ ടാസ്ക് ഞാൻ പറയാം. ഫസ്റ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ കണ്ണാടി നോക്കുക. നിങ്ങളെ രൂപത്തെ നോക്കിയിട്ട് ഒന്ന് ചിരിക്കുക. കണ്ണാടി നോക്കുമ്പോൾ എന്തായാലും നിങ്ങളെയല്ലേ കാണുന്നത്, അപ്പോൾ ഒന്ന് ചിരിക്കുക. കുറച്ചു നേരം ഒന്ന് നോക്കി നിൽക്കുക കണ്ണാടിയിൽ. എന്നിട്ട് പറയാ, റബ്ബേ, എന്നെ ഇത്ര ഭംഗിയായി പഠിച്ചതിന് നന്ദി. റബ്ബിനോട് നന്ദി പറയാം. നിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? ഇന്നേ വരെ നിങ്ങളത് പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ ഓരോരുത്തരെയും ഓരോ രീതിയിലാണ് പടച്ചോനെ സൃഷ്ടിച്ചിട്ടുള്ളത്. ഓരോരുത്തർക്കും ഓരോ അഴകാണ് തന്നിട്ടുള്ളത്. അൽഹംദുലില്ലാഹ്. രണ്ടാമത്തെ ടാസ്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് നിങ്ങളെ സങ്കടപ്പെടുത്തിയ ഒരാളോട് പഠിച്ചതിന് വേണ്ടി മനസ്സുകൊണ്ട് മാപ്പ് പറയാം. ഇപ്പോൾ നിങ്ങളെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നിങ്ങളെ മക്കൾ എന്തെങ്കിലും പറഞ്ഞ് വിഷമിപ്പിച്ചിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ മക്കൾക്ക് ഏതായാലും പുറത്തു കൊടുത്തിട്ട് തന്നെ ഉണ്ടാവുക. എങ്കിലും നമ്മൾ പഠിച്ചതിന് വേണ്ടിയിട്ട് മനസ്സുകൊണ്ട് മാപ്പ് കൊടുക്കുക. നമുക്ക് ദേഷ്യമില്ല എന്നൊക്കെ പറയുന്നതാണ്, പക്ഷെ ഉള്ളിനുള്ളിൽ എന്തെങ്കിലും ഒരു അംശം ഉണ്ടാവും. അപ്പോൾ നമ്മളത് പറഞ്ഞ് എല്ലാം ക്ലിയർ ആക്കിയിട്ട് വേണം ഓരോ ദിവസവും ഉറങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഗഫാറായ റബ്ബ് നമ്മളെ അനുഗ്രഹിക്കും, നമുക്ക് മാപ്പ് തരും അല്ലേ? നമ്മളെ ചീത്ത ചിന്തകൾ, പ്രവൃത്തികളൊക്കെ അവൻ മറച്ചു വെക്കും. പിന്നെ മൂന്നാമത്തെ ടാസ്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, യാ ബാരി, യാ മുസവ്വിർ, യാ ഗഫാർ. ഇത് നമ്മൾ ഡെയിലി ചൊല്ലുന്നത് പോലെ 33 വട്ടം ചൊല്ലിയിട്ട് പിന്നെ കിടക്കാവുന്ന സമയത്ത് തന്നെയാണ് എല്ലാ ദിവസവും ഞാൻ ചൊല്ലാൻ പറയാറുള്ളത്. ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ സൗകര്യത്തിന് ചൊല്ലാം. ഓക്കെ. പിന്നെ നമുക്ക് സമാധാനത്തിനായിട്ട് 100 തവണ യാ ഗഫാറുൽ ഇസ്മ നമുക്ക് ചൊല്ലിയാൽ നല്ലതായിരിക്കും.
അതുപോലെ നമ്മളെ കാര്യങ്ങളൊക്കെ എന്താണോ നടക്കേണ്ടത് ആ കാര്യങ്ങളൊക്കെ എളുപ്പമാവാൻ വേണ്ടിയിട്ട് യാ മുസവ്വിർ എന്നുള്ള നാമം അത് 336 തവണ ചൊല്ലുക. ഇൻഷാ അല്ലാഹ് അത് ടാസ്ക് അല്ല, ഞാൻ ജസ്റ്റ് പറഞ്ഞത് മാത്രം. ഓക്കെ, ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഈ ഒരു 3 ഇസ്മാണ്: യാ ബാരി, യാ മുസവ്വിർ, യാ ഗഫാർ. ഇൻഷാ അല്ലാഹ് നാളെ അടുത്ത 3 ഇസ്മുമായിട്ട് നമുക്ക് കാണാം. അസ്സലാമു അലൈക്കും.